ഈ ഒരു നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ വിതരണ ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് 20-ാം തീയതി മുതൽ, അതായത് നവംബർ 20-ാം തീയതി മുതലായിരിക്കും ഈ ഒരു മാസത്തെ പെൻഷൻ നിങ്ങളുടെ കൈകളിലോട്ട് എത്തുന്നത് എന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കഴിഞ്ഞ മാസം നമ്മുടെ സർക്കാർ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു ഡേറ്റിൽ ആരുടെ അക്കൗണ്ടിലോട്ടും എമൗണ്ട് എത്തിയിട്ടില്ലായിരുന്നു. ആ ഒരു ഡേറ്റ് കഴിഞ്ഞ് വീണ്ടും ഒരു 3-4 ദിവസത്തിന് ശേഷമായിരുന്നു എല്ലാവരുടെ അക്കൗണ്ടിലോട്ടും എമൗണ്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ നവംബർ 20-ാം തീയതി മുതൽ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുമെന്ന് പറയുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു 3-4 ദിവസത്തിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത്. അതായത് ഈ ഒരു മാസം നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് 2000 രൂപയാണ്. ഈ ഒരു നവംബർ മാസം മുതൽ എല്ലാവരുടെയും പെൻഷൻ തുക 2000 രൂപയാണ്. അതായത് ഈ ഒരു പെൻഷൻ നമുക്ക് 1600 കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പെൻഷൻ എമൗണ്ട് ഇപ്പോൾ 2000 രൂപ, അതായത് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നവംബർ മാസം നിങ്ങൾക്ക് ഈ ഒരു 2000 രൂപയായിരിക്കും ഈ ഒരു പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു 2000 രൂപ മാത്രമല്ല, നിങ്ങൾക്ക് പെൻഡിങ്ങിൽ ഇനി ഒരു മാസത്തെ എമൗണ്ട് കൂട്ടിയിട്ട് തരാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു പെൻഡിങ് എമൗണ്ട് 1600 ചേർത്തിട്ട് 3600 രൂപയായിരിക്കും ഈ ഒരു നവംബർ മാസത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. 26 ലക്ഷം ആൾക്കാർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം, നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമായിരിക്കും നിങ്ങളുടെ എമൗണ്ട് എത്തുന്നത്. അല്ലാത്തവർക്ക് ആ ഒരു ഡേറ്റ് കഴിഞ്ഞൊരു വീണ്ടും ഒരു 1-2 ദിവസത്തിന് ശേഷം സഹകരണ ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലും കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നവംബർ മാസത്തെ ഈ ഒരു പെൻഷൻ അറിയിപ്പ് ഇപ്പോൾ എല്ലാവരോട്ടും എത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആ ഒരു പെൻഷനെ പറ്റിയിട്ട്. ഏകദേശം 15 മാസത്തോളം ആയിട്ടുണ്ട് ആ ഒരു എമൗണ്ട്, 15 മാസത്തോളം കൂടുതലായിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ഇപ്പോൾ മുടങ്ങിയിട്ട്. അപ്പോൾ സർക്കാരുടെ ഭാഗത്തു നിന്നും അതിന് വേണ്ടിയിട്ടുള്ളൊരു അറിയിപ്പ് എത്തിയിട്ടുണ്ട്. അത് അവരതിന് വേണ്ടിയിട്ടൊരു വലിയൊരു വായ്പ തന്നെ എടുക്കുന്നതായിരിക്കും. ഇതുവരെയും എടുത്തിട്ടില്ല, ഇനി എടുക്കാൻ പോവുകയാണ്. ആ ഒരു വായ്പ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മുടങ്ങിയിട്ടുള്ള ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുമിച്ച് തരുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം അവർ ഓരോ ഗഡുക്കളായിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആ ഒരു പെൻഷൻ കിട്ടുന്നത്. ഒരുപാട് പേര് നമുക്ക് കമൻസിലൂടെ അറിയിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ആരും പറയുന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിയാത്തവരും കൂടി ജസ്റ്റ് ഒന്ന് എത്തിക്കുക. ഉറപ്പായിട്ടും ആ ഒരു എമൗണ്ടും നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നതായിരിക്കും. ആ ഒരു വായ്പ അവർ എടുത്തതിന് ശേഷമായിരിക്കും ഈ ഒരു എമൗണ്ട്. കാരണം ആ ഒരു പെൻഷൻ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു വലിയൊരു രീതിയിലെ വായ്പ തന്നെ അവർക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് അവർ സംഘടിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുമിച്ച് തരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ ഗഡുക്കളായിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഇതുവരെയും മസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്ററിങ് ചെയ്തിരിക്കണം. കാരണം ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ആ ഒരു പെൻഷൻ പട്ടികയിൽ നിന്ന് മാറ്റുന്നതായിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് ഓരോ ദിവസവും ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പെൻഷൻ എമൗണ്ട് നമുക്ക് 1600 രൂപയിൽ നിന്നും 2000 രൂപയിലോട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹരായിട്ടുള്ള ആ ഒരു ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇനി തൊട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു പെൻഷൻ കിട്ടുക. അപ്പോൾ ഏകദേശം ഒരു 62 ലക്ഷത്തോളം ആൾക്കാർക്കാണ് ഇപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും അങ്ങോട്ട് പോകുന്തോറും ഈ ഒരു ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം അർഹത നോക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും പെൻഷൻ കൊടുക്കുക. അതുപോലെ മസ്റ്ററിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് ചിലപ്പോൾ പെൻഷൻ മുടങ്ങാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സേവനയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചിലർക്കൊക്കെ അവരോട് വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ. നിങ്ങളപ്പോൾ ആ ഒരു നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അതും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പെൻഷൻ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അതായത് നമുക്കിപ്പോൾ ഇനി തൊട്ടുള്ള ഈ ഒരു നവംബർ മാസം തൊട്ട് നമുക്ക് അങ്ങോട്ടുള്ള എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് 2000 രൂപയായിരിക്കും ആ ഒരു പെൻഷൻ എമൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതറിയാത്ത ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. താങ്ക് യു.